യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്ത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുക, ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയയ്ക്കുക, ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക എന്നീ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്. അതേസമയം പരാതി നൽകിയിട്ടുള്ള 5 പേരും കേസിലെ 3ാം കക്ഷികളാണ്. ഇവർക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനും ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ട്. ന്യൂസ് മലയാളം ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയോട് നേരിട്ട ലൈംഗിക ചൂഷണം യുവതി സ്ഥിരീകരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് തെറിപ്പിച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നതിനു ശേഷം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക പ്രതികരണം ലക്ഷ്മി പത്മയോടായിരുന്നു. ഇരയാരാണെന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തതയുണ്ടെങ്കിലും നേരിട്ടുള്ള പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചൂഷണം നേരിട്ട യുവതികളുമായി അടുപ്പമുള്ള 3 മാധ്യമപ്രവർത്തകരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ബലം പകരുമെങ്കിലും നേരിട്ട് ദുരനുഭവം ഉണ്ടായ ഒരാൾ പോലും പരാതിയുമായി മുന്നോട്ടു വരാത്തത് ക്രൈംബ്രാഞ്ചിനെ കുഴയ്ക്കുകയാണ്. അതിനിടെ സംഭവത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് കരുതപ്പെടുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായിട്ടുണ്ടെന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായുള്ള സൂചനയും പുറത്തുവന്നിരുന്നു. ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നതിന് സഹായിച്ചെന്ന വിവരവും ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടുണ്ട്. പരാതി നൽകിയ മുഴുവൻ പേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. എന്നാൽ ഈ പരാതിക്കാരിൽ ആരും ഇരകളല്ല. പരാതിക്കാരില്ലാതെ ഉയർന്നുവന്ന ഈ പരാതി രാഹുലിനെ ഒതുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില സംഘടിത ശക്തികളും ചില ചാനലുകളും ശ്രമിച്ചതാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. എന്തുതന്നെയാണെങ്കിലും രാഹുലിനെ തള്ളിക്കളയണോ ചേർത്തു നിർത്തണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. വ്യക്തിജീവിതത്തിലുണ്ടായ പാളിച്ചകൾ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ കളങ്കരഹിതരും അവരുടെ വ്യക്തിജീവിതം മാതൃകാപരവുമായിരിക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. എന്തുതന്നെയാണെങ്കിലും രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെ അനാവശ്യമായി വേട്ടയാടിയത് ഒരു ചാനൽ ആണെന്നും അവർ പ്രത്യേക അജണ്ട നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ചാനലാണെന്നും ചാനലിന്റെ ഉദ്ദേശം സതുദ്ദേശമല്ല എന്നും കോൺഗ്രസിലുള്ള എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എങ്കിലും രാഹുലിനെ തള്ളാനും ചേർത്ത് നിർത്താനും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്.